അതുകൊണ്ടാണ് പൗലോസ് എന്ന് പറയുന്ന റോമ 11:4 1 രാജാക്കന്മാർ 19:18 7,000 പേര് മാത്രമേ ഞാൻ മാറ്റി നിർത്തിയിട്ടുള്ളൂ. അവർ മാത്രമേ കർത്താവിന് വേണ്ടി നിൽക്കുകയുള്ളൂ. അവരൊരിക്കലും പണത്തിന് വേണ്ടി പ്രതാപത്തിന് വേണ്ടിയോ ഈ ലോകത്തിന്റെ ഒന്നിനു വേണ്ടി കിടങ്ങാൻ സാധ്യമല്ല. ലോകത്തിന്റെ അല്ലതല്ലേ, അവർ കർത്താവിന്റെ ആണെന്ന് പറയുന്നത് റോമ 12:1 ഈ ലോകത്തിന് അനുകൂലരാകരുത്, പ്രത്യേക മനസ്സിന് നവീകരണം വഴി നല്ലത് ദൈവഹിതം തിരിച്ചറിയാൻ ദൈവം തന്നെ പഠിപ്പിച്ചത്. ആര് പഠിപ്പിക്കുന്ന? ഈശോ പഠിപ്പിക്കും. യെശയ്യാ 54:13 ഈശോ പഠിപ്പിക്കും. എല്ലാം യോഹന്നാൻ 6:45 ഈശോ എല്ലാം പഠിപ്പിച്ചത്. യോഹന്നാൻ 14:21 ഈശോ എല്ലാം വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 1-14 കാണാപ്പടം പഠിച്ചവരാരെങ്കിലും ദൈവക്കാവും പ്രവരുണ്ട്. അവരെ ആത്മാവിൽ അറിയുള്ളൂ. അല്ലെങ്കിൽ തീറ്റയും കൂടി ഇതാണ് ദൈവരാജ്യം. കുറെ പണം കിട്ടുമ്പോ ഈശ്വരനെ പറഞ്ഞ എല്ലാവരും പറയൂ, പണക്കാരന് പറയും ഓടും, പണം കാണിച്ചാൽ മതി. അപ്പൊ യുവദാസ് 30 പള്ളിക്കൽ നിങ്ങൾക്ക് അതും വേണ്ടി വരിക, വേഗം പോകും. വചനമുണ്ടെങ്കിലോ ജീവനാണ് വചനം. യോഹന്നാൻ 6:63 വചനം ജീവനാണ്. ശരീരം എന്തിനും കൊള്ളില്ല. ഇപ്പൊ നമ്മ മരിച്ചാല് എന്താ വീട്ടിൽ കിടക്കുവാ? ഭയങ്കര സുന്ദരിയായി ഓക്കെ. വേറെ ചിലരാണെങ്കിൽ അപ്പത്തിനെ സ്വത്തം കിട്ടും. അതാണ് ആത്മാവാണ് ജീവൻ. ഈ ആത്മാവിലോട്ട് വരണമെങ്കിൽ എങ്ങനെ ആത്മാവിലോട്ട് വരുന്നത്? ആത്മാവിലോട്ട് എങ്ങനെ വരാൻ പറ്റും? തർക്കവും അസൂയയും വിട്ടുകളയണ്ടേ? 1 കൊരിന്ത്യർ 3:1-3 തർക്കവും അസൂയയും വിട്ടുകളയുമ്പോഴാണ് ആത്മാവിലോട്ട് വരാൻ തുടങ്ങുന്നത്. അത് ദിവ്യ ജീവിതവും ആത്മീയ ജീവിതവും. നിങ്ങൾ ആരെങ്കിലും ഈശ്വരി വന്നു കഴിയുമ്പോൾ ഈശ്വരി ഇല്ലാത്തവർ നിങ്ങളെ കുറ്റം പറയില്ലേ? അതാ തുടക്കം. അതാ മത്തായി 10:34 ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈശ്വർ പറഞ്ഞത്. സമാധാനമല്ലെന്ന്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈശ്വരി വരുമ്പോ ബാക്കിയവരും വെറുക്കും നിങ്ങളെ. അതാ കിഴക്ക് 4:29 വായിച്ചതെന്നാണ്. അന്നും ഇന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടാകും. എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവരെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അതുപോലെ തന്നെയാണ്. വചനം കേൾക്കുമ്പോ ആർക്കും നിൽക്കാൻ സാധ്യമല്ല. വചനം ഇതിന്റെ മോളാണ്. എബ്രായർ 4:12-13 എന്താണ് കേൾക്കുക? ദൈവവചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതരം വാളിനേക്കാൾ മൂർച്ചയേറും, ചേതനയിലും ആത്മാവിലും സന്ധിബദ്ധങ്ങളിലും മജ്ജയിലും തുടച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അപ്പൊ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവസ്നേഹം നമ്മൾ ഉണ്ടാവുന്നത്. എബ്രായർ 11:25 വിശുദ്ധ പൗലോസ് പറയുന്നതാണ്, ദൈവസ്നേഹം എന്താണെന്ന് അറിയുമ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന് കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. അപ്പോ ഒരു കുപ്പി സ്കോച്ച് വിസ്കി വേണം, ഈശ്വര വേണം. ഒറ്റയ്ക്ക് പറയാം വേഗം കിട്ടിയ സ്കോച്ചും എന്ന് കൊണ്ടൊന്ന് വെക്കുകയാണ്. ഈശ്വരൻ വേണം, ഏത് വേണം, വചനം വേണം, സ്കോച്ച് വേണം, ഈശ്വരൻ. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ കുറെ കഴിയുമ്പോ ഈശ്വരൻ മാത്രം മതി, സ്കോച്ച് കേട്ടാല അവനപ്പം നിങ്ങൾ ബന്ധിക്കും. കണ്ടോ? നിങ്ങൾ നടക്കുവോ? പിന്നെ ഇപ്പൊ ലോകം മുഴുവൻ അവന്റെ പുറകെ ഓടുകയാണ്. കാരണം അവന്റെ കൺട്രോളിലാണ് ലോകം മുഴുവൻ ഇരിക്കുന്നത്. 1 യോഹന്നാൻ 5:19 വചനമില്ലാത്തതുകൊണ്ട് എല്ലാം കാറ്റാണ്. ജർമ്മി 5:13 പ്രവാചകൻ പുരോഹിതൻ എല്ലാം കാറ്റായി പോകുന്നു. വചനമില്ല. വചനമുണ്ടെങ്കിൽ തന്നെ അതിന് മായം ചേർക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞ 2 കൊരിന്ത്യർ 2:17 1 തെസ്സലോനിക്ക 2:4 2 കേൾക്കുക. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെ അല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും
ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. ക്രിസ്തുവിൽ സംസാരിക്കുന്നു. കർത്താവിന്റെ മനസ്സ് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് പഠിക്കാൻ. ഇനിയെങ്കിലും പോയി ആ 1 കൊരിന്ത്യർ 2-ാം അധ്യായം എല്ലാവരും പഠിക്കാൻ ധ്യാനിക്കണം. എന്നാലേ ഈശ്വരന് വരുന്നത്. ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തി തരും. അല്ലെങ്കിൽ വല്ലവനും കുറേയൊക്കെ നടക്കും. ഒരു ദർശനം കേട്ടാ അവന്റെ പ്രയോഗവും അനേകം ആത്മീയരഹസ്യങ്ങളുണ്ട്. ഒരിക്കലും സാത്താൻ എന്നോട് പറയുകയാണ്, ഞാൻ ബാങ്കിയെ എത്തിച്ചു പ്രാർത്ഥിച്ചപ്പോ യേശയ്യാ 45:3 അത് ഈ ഗ്രൂപ്പിൽ മാത്രമേ ലോകത്തിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ. എന്താണ് മറ്റവർക്ക് അവര് പല കൂട്ട അവലമാണെന്ന് കഴിച്ചിരിക്കും. പിന്നെ യേശയ്യാ 45:3 എന്താണ്? അത് നിങ്ങൾ ഈശോ ജീവിക്കാൻ തുടങ്ങുമ്പോഴേ വെളിപ്പെടുത്തി തരുള്ളൂ. ഈശോ വെളിപ്പെടുത്താൻ സാധ്യമല്ല. കുഞ്ഞുങ്ങളെ പോലെ ആവണം മനസ്സാന്തരപ്പെട്ട്. അതുകൊണ്ടാണ് മാനസാന്തരം, പശ്ചാത്താപം, ദൈവസ്നേഹം, പിന്നെ പാപബോധം, പശ്ചാത്താപം, മാനസാന്തരം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത്. റോമ 10:17 വിശ്വാസവും കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അങ്ങനെ വരുമ്പോഴാണ് യോഹന്നാൻ 12:2-3 വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് നിങ്ങൾ തുടർച്ചയായിട്ട് വചനം കേട്ടെന്ന് വിചാരിച്ചു. വചനം മാത്രം, അല്ല കള്ളക്കഥകളോ കള്ള സാക്ഷ്യങ്ങളോ ഒന്നുമില്ലാതെ വചനം മാത്രം. സാക്ഷ്യം വന്നാൽ നമുക്ക് വിശ്വാസപ്പെട്ട് കൊണ്ടുപോകും. അത് ഏതെങ്കിലും സാക്ഷ്യക്കാരനുണ്ടോ? എല്ലാം പോയില്ലേ? സാക്ഷ്യക്കാരെല്ലാം പോയി. വചനമാണ് ജീവൻ. വചനം അവസാനിക്കുക. യെശയ്യാ പ്രവാചകൻ 40:8 മാർക്കോസ് 13:13 മാർക്കോസ് 13:39 വചനം അവസാനിക്കില്ല. റോമ 9:6 വചനം വിശ്വാസയോഗ്യമാണ്. 1 തിമോത്തി 4:9 വചനം പരിപൂർണ്ണ വിശ്വാസയോഗ്യമാണ്. വചനം തന്നെയാണ്. ആ വചനമാണ് പിന്നെ ആത്മാവിനെ വെളിപ്പെടുത്തി തരുന്നത്. ശക്തമായ ആത്മാവിനെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കർണാടകത്തിലായിരുന്നു. പല രഹസ്യങ്ങളും കർത്താവിനെ വെളിപ്പെടുത്തി പല സ്ഥലങ്ങളിൽ ചെന്നു. 3-4 പള്ളിയിൽ ആ ഓരോ ദിവസം ഉണ്ടായിരുന്നു പ്രാർത്ഥന. ചില സ്ഥലത്ത് ഒരു കോൺവെന്റിലും ഉണ്ടായിരുന്നു. ദൈവം നമ്മൾ വിടുന്നത് അവരെ ശക്തിപ്പെടുത്തി കൊടുക്കാനാണ്. അപ്പോസ്തലപ്രവർത്തനം 4:14-22 2 തിമോത്തി 2:1-3 പറഞ്ഞത് അവർ വിശ്വാസം ശക്തിപ്പെടുത്താനാണ്. അവിടെ ചെന്നപ്പോ ഒരു പള്ളിയിൽ പുസ്തകം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3 പ്രൊട്ടസ്റ്റന്റുകാർ വന്നു. ഞങ്ങളുടെ പാസ്റ്റർ നമ്മളോട് പ്രാർത്ഥിക്കാൻ വന്നു. ചെല്ലാമോ? അവരെ പാസ്റ്റർക്ക് ചെന്ന് പ്രാർത്ഥിക്കാനായി കഴിയുന്നത്. കൃപയില്ലാതെ പ്രാർത്ഥിക്കാൻ പോയാൽ വന്ന സ്ഥിതിയാണ്. ദൈവം തരണം. കൃപ കിട്ടാതെ നമുക്കൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. ദൈവത്തിന്റെ ദൈവമാണ് പരമപ്രധാനം. റോമ 9:14-18 കേൾക്കെന്താണ്? പരമപ്രധാന എന്താണ്? നമ്മുടെ വീട്ടാണോ? നമ്മുടെ പ്രവൃത്തിയാണോ? നമ്മുടെ പണമാണോ? നമ്മുടെ വിദ്യാഭ്യാസമാണോ? സൗന്ദര്യമാണോ? ഒന്നുമല്ല. ദൈവത്തിന്റെ ദയാണ്. നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് അവൻ പണക്കാരനാണ്, നമുക്ക് എല്ലാം നടക്കുന്നത്. അതൊന്നുമല്ല. പഠിച്ചതുകൊണ്ട് കിട്ടുമോ? ഇല്ല. PhD എടുത്താൽ കിട്ടുമോ? ഇല്ല. ദൈവത്തിന് പ്രവർത്തനമാണ്. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ഒരു ധ്യാനത്തെ പറ്റി ചെന്നപ്പോ എന്നോട് പറഞ്ഞു, എന്ത് പ്രസംഗിക്കാനാണ്? എനിക്കപ്പോ പ്രാർത്ഥിച്ചതിനോട് കിട്ടി. വിശുദ്ധ കുർബാനയെ പറ്റി പറയാൻ. ഞാൻ വിശുദ്ധ കുർബാനയെ പറ്റി മാത്രം പറഞ്ഞ ഞാനല്ല, ഈശോനെ പറയത്തിരുന്നത്. അത് ലൂക്കാ 21:14-15 മത്തായി 10:19-20 ദൈവം എന്ത് പ്രവർത്തിക്കണമെന്ന് കർത്താവ് ചെയ്തോണ്ട് നമ്മൾ അറിയണ്ട. ആർക്കും തന്നെ നിന്നോർക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷേ അവിടെ ഒരു അച്ഛൻ വന്നിരുന്ന് വരുന്നുണ്ടായിരുന്നു. റോമിൽ നിന്ന് സ്പിരിച്വാലിറ്റി ഡോക്ടറേറ്റ് എല്ലാം എടുത്തോട്ടുന്ന അച്ഛനാണ്. അയാൾ മുഴുവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ അച്ഛൻ പോയ വനം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കരഞ്ഞുപോയി.
വചനം കണ്ട് വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാരി വിശുദ്ധനെ പറ്റി അവരറിഞ്ഞതിനേക്കാൾ കൂടുതൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. Praise the Lord. ആച്ചന്മാരുടെ മൂട്ടയിൽ നിന്ന് നിലത്ത് മുട്ടുകയാണ് ചെയ്യുന്നത്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്, നമ്മല്ല. അതുകൊണ്ടാണ് കൃപയിൽ വരണമെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ അതിനല്ലേക്ക് എല്ലാവരും കൃപയിലോട്ടല്ല പോകുന്നത്, പ്രവൃത്തിയിലോട്ടാണ്. അതുകൊണ്ടാണ് കൃപയിലോട്ട് പോകാതെ നിങ്ങൾ കൃപയിലോട്ട് വരുത്താൻ പ്രവൃത്തിയിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. റോമ 11:6-10 കാലം ആദ്യമല്ല നിങ്ങൾ കൃപയിലായ പ്രവൃത്തിയിലായിരിക്കും, പിന്നെയാണ് കൃപയിലോട്ട് വരുന്നത്.